ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന മഹാ ആശയം ലോകത്തിന് സമർപ്പിച്ച ആചാര്യൻ ശ്രീ ശങ്കരാചാര്യർ. എന്താണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്? ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, ബ്രഹ്മം മാത്രമാണ്. ലോകം എന്നത് സാങ്കല്പികം മാത്രമാണ്. എങ്ങനെയാണ്, എന്തിനോട് നമുക്കതിനെ ഉപമിക്കാം? ഒരു ഇരുട്ടിൽ കയറ് കിടക്കുകയാണെങ്കിൽ നാം അതിനെ പാമ്പാണെന്ന് വിചാരിക്കാം, അല്ലേ? അതുപോലെയാണ് ഈ ലോകം എന്നുമാണ് അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അദ്വൈത സിദ്ധാന്തത്തിന്റെ ആചാര്യൻ. കേരളത്തിലെ പെരിയാർ തീരത്ത് കാലടി എന്ന കൊച്ചു ഗ്രാമത്തിൽ കൈപ്പിള്ളി എന്ന ഇല്ലത്തിൽ മഹാസാത്വികനായ ശിവഗുരു, ഭാര്യ ആര്യാന്തർജനം, അവർ വളരെ ശ്രേഷ്ഠമായ ഒരു ജീവിതമായിരുന്നു നയിച്ചു വന്നത്. ശിവഗുരു എന്ന ആ മഹാത്മാവിന് വിവാഹത്തിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. മാതാപിതാക്കളുടെ നിർബന്ധം മൂലമാണ് തനിക്ക് ഒത്തിണങ്ങിയ ഒരു ഭാര്യയെ അദ്ദേഹം സ്വീകരിക്കുകയായിരുന്നു. അവരായിരുന്നു ആര്യ ദേവി. ഭർത്താവിൻ്റെ എല്ലാ സൽഗുണങ്ങൾക്കും അതേ മുഖ്യത്വം കൽപ്പിച്ചിട്ടുള്ള ഒരു ദേവിയായിരുന്നു ആര്യാന്തർജനം. ശ്രേഷ്ഠമായ ഒരു ജീവിതം തന്നെയാണ് അവർ നയിച്ചിരുന്നത്. പക്ഷെ സന്താന ദുഃഖം അവരെ അലട്ടിയിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷവും സന്താനം ലഭിച്ചില്ല എന്നുള്ളതിൽ അവർ അതീവ ദുഃഖിതരായിരുന്നു. ശിവഭജനം ഒന്നാണ് അതിനുള്ള പരിഹാരമെന്ന് കരുതിയവർ രണ്ടുപേരും ഗുരുക്കന്മാരിൽ ഗുരുവായ മഹാദേവനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഒരു സന്താന ലബ്ധിക്കായി. അങ്ങനെ കുറേ കാലം അവർ ആ ഭജനം തുടർന്നു. ഒരു ദിവസം ശിവഗുരുവിൻ്റെ സ്വപ്നത്തിൽ മഹാദേവൻ പ്രത്യക്ഷനായി എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിക്കുകയും ചെയ്തു. ജ്ഞാനിയായ ബാല്യകാലം, അതായത് പ്രായം എന്ന് പറയുന്നത് വളരെ കുറച്ച്, ദീർഘായുസില്ലാത്ത ജ്ഞാനിയായ ഒരു പുത്രനെയാണോ, അജ്ഞാനിയായ ദീർഘകാലം ജീവിക്കുന്ന ഒരു പുത്രനെയാണോ വേണ്ടത് എന്നാണ് മഹാദേവന്റെ ചോദ്യമുണ്ടായത്. തികഞ്ഞ ജ്ഞാനിയായ ശിവഗുരുവിന്റെ ഉത്തരം വളരെ പെട്ടെന്നായിരുന്നു. അല്പായുസാണെങ്കിലും ജ്ഞാനിയായ ഒരു പുത്രനെ ലോകത്തിന് സമ്മാനിക്കണം എന്നാണ് ആഗ്രഹമുള്ളതെന്ന് അദ്ദേഹം ശിവഭഗവാനോട് പറയുണ്ടായി. ആ സ്വപ്നദർശനം അദ്ദേഹത്തെ വളരെ സന്തോഷവാനാക്കി. അത് ഭാര്യയുമായി പങ്കുവച്ചു. അവർ ശിവഭജനം തുടർന്നു. അങ്ങനെ ഒരു വർഷം, ആ സ്വപ്നദർശനത്തിന് ഏകദേശം ഒരു വർഷമായപ്പോൾ അവർ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ശിവഭജനത്തിലൂടെ ലഭിച്ചതാണല്ലേ, ശിവന്റെ അവതാരം തന്നെയാണെന്ന് നിസ്സംശയം നമുക്ക് പറയാം. ശങ്കരൻ എന്ന് നാമകരണവും ചെയ്തു. വിദ്യാഭ്യാസത്തിനായി ഗുരുകുലമായിരുന്നല്ലോ അന്നെല്ലാം. ഇപ്പൊ ഗുരുകുല വിദ്യാഭ്യാസത്തിനായി ശങ്കരാചാര്യർ ഗുരുവിന്റെ അടുത്തേക്ക് എത്തി. അപ്പൊ അവിടെയുള്ള ഒരു നിയമം എന്ന് പറയുന്നത്, അന്നാളുള്ള അവർക്കുള്ള ഭക്ഷണം അവർ തന്നെ ഭിക്ഷാടനമായി സ്വീകരിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി ഒരു ദിവസം ശങ്കരൻ ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ വീട്ടിലേക്ക് പോവുകയാണ്. നല്ല ആതിഥ്യ മര്യാദയോടും സദ്വചനങ്ങളോടും ആ സ്ത്രീ ശങ്കരനെ സ്വീകരിച്ച് ഇരുത്തി. വളരെ വിഷമത്തോടെ അവർ പറഞ്ഞു, ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ദാനമായി തരാൻ ഈ ഒരു നെല്ലിക്ക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ ശപിക്കരുത്, ഇത് സന്തോഷമായി അങ്ങ് സ്വീകരിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ആ നെല്ലിക്ക അദ്ദേഹത്തിന് കൊടുക്കുകയായിരുന്നു. ഇത് കൈനീട്ടി ശങ്കരൻ ആ നെല്ലിക്ക സ്വീകരിക്കുകയും ലക്ഷ്മി ദേവിയെ സ്തുതിച്ചുകൊണ്ട്
അതിഗംഭീരമായ ഒരു കാവ്യം രചിക്കുകയും ഉണ്ടായി. വേറൊന്നുമല്ല, കനകധാരാ സ്തോത്രം എന്ന് നാം കേട്ടിട്ടുള്ള അതിന്റെ രചന അങ്ങനെയാണ്. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ബൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരപാംഗലീല മംഗല്യധാസ്തു മമ മംഗല ദേവതായ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ആ ഗാനം ആലപിക്കാൻ തുടങ്ങി. ആകാശത്തിൽ നിന്ന് ആ നെല്ലിക്കയുടെ വലിപ്പത്തിൽ സ്വർണ്ണ നെല്ലിക്ക തന്നെ പെയ്തിറങ്ങാൻ തുടങ്ങി എന്നുള്ളതാണ്. അതോടുകൂടെ ആ ബ്രാഹ്മണ സ്ത്രീയുടെ ദാരിദ്ര്യം എന്നേക്കുമായി അസ്തമിക്കുകയും ചെയ്തു. ഇതുപോലെ എത്ര കാരുണ്യമാണ് ഗുരുദേവൻ ഓരോരുത്തർക്കും ചെയ്തിട്ടുള്ളത് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അത്രത്തോളമുണ്ട്. ഒരു മഹാസാഗരമായ കാരുണ്യമാണ് അദ്ദേഹം എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ കഥയിൽ നിന്നും എനിക്ക് തോന്നിയിട്ടുള്ള ചെറിയൊരു ജ്ഞാനം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കനകധാരാ സ്തോത്രം എന്ന് കേൾക്കുമ്പോൾ പണത്തിന് ബുദ്ധിമുട്ടുന്നവർക്കുള്ള ഒരു ആശയമായി അതിനെടുക്കുകയും ആ മന്ത്രം ഒരു യാന്ത്രികമായി ജപിക്കുകയും ചെയ്യുക ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ പതിവാണ്. പക്ഷെ നാം അറിയേണ്ട ഒരു വസ്തുത, എപ്പോഴാണ് ആ ബ്രാഹ്മണ സ്ത്രീക്ക് അത് ലഭ്യമാകുന്നത് എന്ന പശ്ചാത്തലം കൂടെ നാം സ്മരിക്കേണ്ടതാണ് എന്നുള്ളതാണ്. കാരണം അവരുടെ അത്ര ബുദ്ധിമുട്ടിലും അവർ എന്താണ് ചെയ്തത്? ആതിഥ്യ മര്യാദയ്ക്കും നല്ല വചനങ്ങൾക്കും അവർക്ക് കുറവുണ്ടായിരുന്നില്ല. കയ്യിലുണ്ടായിരുന്ന ഒരു നെല്ലിക്കയും ത്യാഗമനോഭാവത്തോടെ സമർപ്പിക്കാനുള്ള ആ അവരുടെ കഴിവാണ്, അവരുടെ ജ്ഞാനമാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിന് അവർ പാത്രമാകാൻ കാരണമെന്നെനിക്ക് ഇത് വായിക്കുമ്പോൾ തോന്നിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കർമ്മവും ത്യാഗമാവുമ്പോഴാണ്, ഇതുപോലെയുള്ള മന്ത്രങ്ങളും ത്യാഗമായ കർമ്മങ്ങളും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ഫലങ്ങൾ ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ കലിയുഗ ആചാര്യനെ നമിച്ചുകൊണ്ട് ജ്യോതിഷത്തിലേക്ക്, ഗുരുകർമ്മയിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. ഉത്രാടം, മകീര്യം, അത്തം എന്നീ നക്ഷത്രങ്ങളിലൂടെയാണ്. ഈ 3 നക്ഷത്രങ്ങൾക്കുമാണ് ഗുരുകർമ്മ ഉള്ളത്. ഇതിൽ ഗുരുവിന്റെ ഒരു കാരകത്വം എന്ന് പറയുന്നത് പണം തന്നെയാണ്. അപ്പൊ ഒരു ജാതകത്തില് പണത്തിന്റെ അപര്യാപ്തത കാണിക്കുന്നതും അതെങ്ങനെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതും ഈ ഗുരുവിന്റെ കാരകത്വത്തിൽ കൂടെ തന്നെയാണ്. അപ്പൊ ഈ 3 നക്ഷത്രങ്ങളോ മേടം, ഇടവം, ചിങ്ങം ലഗ്നജാതകരോ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇവർക്ക് ഗുരുകർമ്മ ഉണ്ട്. അപ്പൊ ഗുരുകർമ്മ ഉണ്ടെങ്കിൽ പണം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. 2 വിഷയമാണ് ഇതിൽ വരുന്നത്. ധാരാളം പണമുള്ള ഒരാൾക്ക്, ഈ കർമ്മയിൽ ഉൾപ്പെടുന്നവരുടെ കാര്യം മാത്രമാണ് പറയുന്നത്. ഗുരുകർമ്മയിലാണോ നിങ്ങൾ എങ്കിൽ മാത്രം ശ്രദ്ധിക്കുക. പണം ധാരാളം ഉണ്ടെങ്കിൽ അവിടെ സന്താന സൗഖ്യം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. സന്താനമുണ്ടെങ്കിലോ പണം ഒരു വിഷമത്തിലുള്ള ഒരു ഘടകമായിട്ട് മാറാറുമുണ്ട്. ഏതെങ്കിലും ഒന്ന്, അതാണ് ഗുരു ചെയ്യുന്നത്. ഒന്ന് കൊടുക്കുമ്പോൾ ഒന്ന് വാങ്ങിക്കും എന്നുള്ളതാണ്. അപ്പൊ ധാരാളം ചികിത്സയ്ക്കായി, ഒരു സന്താന ലബ്ധിക്കായി ധാരാളം ചികിത്സകൾ ചെയ്യുകയും അതിന് ധാരാളം പണം ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ പിന്നീട് ഒരു സന്താനത്തിന് അർഹതയാവാറുള്ളതുണ്ട്. അതിന് കാരണവും ഇതാണ്. പണം കൂടുതൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമുക്ക് സന്താനത്തെ ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ്. ഗുരുകർമ്മയുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ലോണായിട്ട് പണം എടുക്കുമ്പോൾ നമുക്കത് തിരിച്ചടയ്ക്കാൻ കഴിയുമോ എന്ന് ശ്രദ്ധിച്ചു വേണം ഒരു ബൾക്കായിട്ടുള്ള ഒരു എമൗണ്ട് നാം ബാങ്കിൽ നിന്നും
സ്വീകരിക്കേണ്ടത്. ഇല്ലെങ്കിൽ ജീവിതം തന്നെ വളരെ ദുരിതമായിട്ടുള്ള ഒരു ജീവിതമായി കടന്നു പോവേണ്ടതായിട്ട് കാണാറുണ്ട്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.